ട്രേഡേഴ്സ്, ഞാൻ നമ്മുടെ ട്രേഡിൽ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ എൻട്രി പോയിന്റ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഈ ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും. 56 പോയിൻറ്റിൻ്റെ എക്സാക്ട്ലി ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ടാർഗറ്റ് എങ്ങനെ വേണം എന്നാണ്. കാരണം എനിക്ക് ഇവിടുന്ന് ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം, കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ്. സോ ഇനീഷ്യലി നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ തന്നെ വയ്ക്കാം. പിന്നെ ഒരു നല്ല മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഫേവറായിട്ട് മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്ത ഉടനെ തന്നെ ഗ്രീനിലോട്ടാണ് മാറിയേക്കണം. സോ ഇനിയിപ്പോൾ അല്ല തിരിച്ചാണ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്തുമ്പോൾ നമ്മൾ കൊടുത്തേക്കും. ഈ ക്യാൻഡിലിൻ്റെ നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. എനിക്ക് അത്രയും ഒരു കാരണം കണ്ടിന്യൂസ്ലി മാർക്കറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലാണ് നമ്മൾ പോയി ഒരു കോൾ സൈഡ് എൻട്രി എടുക്കുന്നത് അല്ലെങ്കിൽ അപ്പ് സൈഡ് എൻട്രി എടുക്കുന്നത്. അതാണ് ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് 60 ക്വാണ്ടിറ്റി ആക്കിയത്. ഇനിയിപ്പോൾ താഴത്തോട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിലും, പക്ഷേ എനിക്ക് ഇവിടുന്ന് ഒരു അപ്പ് സൈഡ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല എന്താണെന്ന്. എഗെയിൻ വീണ്ടും ഒരു 400 റുപ്പീസിൻ്റെയൊക്കെ ലോസാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തിട്ടേക്കാം ട്രേഡേഴ്സ്. നമുക്ക് എൻട്രി കിട്ടിയത് 1065.90 അപ്പോൾ 38ഉം 39ഉം ട്രിഗർ വന്നിട്ട് 39ഉം കൊടുത്തേക്കാം. ഇപ്പോൾ ഓവറോൾ ഒരു 500-200 പ്ലസിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഇപ്പോൾ ഒരു 74 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഇവിടുന്നൊരു കണ്ടിന്യൂസ്ലി അപ്സൈഡ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് റൈഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എക്സാക്ട്ലി 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ വരും. ഇപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ്, ഒരു വലിയൊരു ബ്രേക്കിംഗ് ക്യാൻഡിലോ വല്ലതൊക്കെയാണ് ഫോം ആവുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് സെല്ല് ചെയ്തിരിക്കുന്നവരുടെ എല്ലാം ട്രാപ്പ് ചെയ്യാൻ മാർക്കറ്റ് ഇവിടുന്ന് ചാൻസ് ഉണ്ടെന്നാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ട്രെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിനൊപ്പം ഒന്ന് ട്രെയിൽ ചെയ്തുകൊണ്ട് പോവാമെന്ന്. ഇപ്പോൾ കുഴപ്പമില്ല, ഏകദേശം ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. വളരെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഏതായാലും ഇൻടാക്റ്റ് ആണ്. 38ഉം 39ഉം കൊടുത്തിട്ടുണ്ട്. റിജക്ഷനാണ് മേളിൽ നിന്ന് കാണിക്കുന്നത്. ഓക്കെ, ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്.
നമ്മുടെ സ്പോട്ടിൻ്റെ ചാർട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത പോലെ തോന്നും. പക്ഷേ പ്രീമിയം ചാർട്ടൊന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതുവരെ കട്ടായിട്ടില്ല. സ്റ്റോപ്പ് ലോസിന് തൊട്ട് മുന്നേ തന്നെ പ്രീമിയം വൈസ് നമ്മുടെ കൊടുത്തിരുന്ന സ്റ്റോപ്പ് ലോസ് സ്റ്റിൽ റിമൈനിങ് ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ആദ്യം അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിൽ നിന്ന് ഇറങ്ങിയേക്കും. അതിൻ്റെ അകത്ത് നോ ഡൗട്ട് പിന്നെ ഒരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു എൻട്രി എടുക്കാം. സോ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എന്തായിരിക്കും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് നമുക്ക് എക്സാക്ട്ലി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് എങ്ങനെ ഇറങ്ങണം എന്ന് മാത്രമാണ് നമ്മളുടെ ടാർഗറ്റ്. ഏതായാലും 100 പോയിൻറ്റ്സിൻ്റെ ആണ്. ഏതായാലും അവിടം വരെ എത്തിയതിന് ശേഷം അവിടെ ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യുന്നു, ക്യാൻഡിലിൻ്റെ ഒരു റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ലൈൻ വരെ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം എങ്ങനെയാണ് റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ക്യാൻഡിൽ തന്നെ അത്യാവശ്യം ബുള്ളിഷ് ക്യാൻഡിലാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു റിജക്ഷൻ ക്യാൻഡിലാണ്. കുഴപ്പമില്ല, ഒരു 33 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രോഫിറ്റാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ 100 പോയിൻറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളുടെ 100 പോയിൻറ്റ്സിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. മീൻസ് ആസ് എ ഡിസിപ്ലിൻ ട്രേഡ് നമ്മളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങണം എന്നാണ്. സോ നോക്കാം ക്യാൻഡിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. റിജക്ഷൻ ക്യാൻഡിൽ വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആവുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീരുമ്പോഴത്തേക്കും നമ്മളുടെ ടാർഗറ്റ് ഏരിയ വരെ എത്തിയിട്ടുണ്ട്. 76 പോയിൻറ്റിൻ്റെ അടുത്ത് ഒരു സിംഗിൾ ക്യാൻഡിൽ. വെരി ഗുഡ്, നൈസ്. ആ ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ അത്യാവശ്യം നമ്മളുടെ ടാർഗറ്റ് തന്നിട്ടുണ്ട് ട്രേഡേഴ്സ്. ഫൈൻ, വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടാർഗറ്റിന് തൊട്ട് മുന്നേ എത്തിയിട്ടൊക്കെ റിജക്ഷൻ. കുഴപ്പമില്ല. എക്സാക്ട്ലി ഈ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? റൈഡ് ചെയ്യുന്നതാണോ എപ്പോഴും നല്ലത്? എപ്പോഴും ഒന്നും റൈഡ് ചെയ്യാറില്ല. റൈഡ് ചെയ്യുന്നതാണോ നല്ലത്, അതോ മാക്സിമം നമ്മളുടെ ടാർഗറ്റ് എത്തുമ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ടാർഗറ്റിൽ തന്നെ ഇറങ്ങണതാണോ? എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഏതാണ് ഇപ്പോൾ നോക്കണ്ട. ഇപ്പോൾ നമ്മളുടെ ടാർഗറ്റ് എത്തിയിട്ടില്ല. നമ്മളുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് യാതൊരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഓക്കെ ഫൈൻ പൊളിച്ച് നമ്മുടെ ലൈനിനെയും കൂടെ സിംഗിൾ ക്യാൻഡിൽ നമ്മുടെ ലൈനിനെയും കൂടെ മേളിലോട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. പൊളിച്ച് നല്ല കിഡിലൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. 4000. നമ്മളുടെ ഒരു ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത് 3000 ആയിരുന്നു. അപ്പോൾ 3000നെ ക്രോസ് ചെയ്ത് ഏകദേശം ഒരു 4000ൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് എവിടെ ഇറങ്ങണം എന്നുള്ളത് നമ്മുടെ ലൈനിനെയും കൂടെ അത്യാവശ്യം നല്ലതായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് ബിഗ് ബുൾ ക്യാൻഡിൽ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ ബിഗ് ബുൾ ക്യാൻഡിലാണ് ഫോം ചെയ്തത്. സോ ഞാൻ വിചാരിച്ച പോലെ തന്നെ മേളിൽ സെല്ല് ചെയ്ത് വെച്ചിരുന്നവരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തത്. ഓക്കെ 5000 പ്ലസ് അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. 5000 റൈറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാൻ ട്രേഡേഴ്സ്, ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നേരത്തെ വയ്ക്കേണ്ട ടാർഗറ്റാണ് ഇനിയുള്ള സ്റ്റോപ്പ് ലോസ്. മനസ്സിലായോ? 100 പോയിൻറ്റ്സ് നമ്മളുടെ എടുത്തവിടം തൊട്ടുള്ള 100 പോയിൻറ്റ്സ് ആയിരിക്കും നമ്മുടെ ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസ്. മാർക്കറ്റിന് താഴത്തോട്ട് വരുവാണെങ്കിലും നമ്മളുടെ ടാർഗറ്റിൽ തന്നെ നമുക്ക് ഇറങ്ങിയേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ഒരു 8000ൻ്റെ പ്രോഫിറ്റ് കാണിക്കുവാണെങ്കിൽ നമുക്കൊരു എമൗണ്ട് വൈസ് വെച്ചിട്ട് നോക്കാം, പോയിൻ്റ് വൈസ് അല്ലാതെ. ഒരു 8000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സാക്ട്ലി ഇറങ്ങാം. നമ്മുടെ ക്യാൻഡിൽ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്തു. ലൈൻ എന്ന് പറയുന്നത് 940 ലൈനാണ് കേട്ടോ. 940 ലൈനിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമ്മളിനിയിപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് വന്നാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത് നമ്മളുടെ പ്രീവിയസ്ലി നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് ഏരിയ ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. വളരെ
നല്ലൊരു ട്രേഡായിരുന്നു. അത്യാവശ്യം നല്ല ഒരു CPRനെ നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ R1 റെസിസ്റ്റൻസ് വരെ പോകാനുള്ള ചാൻസസും ഉണ്ട്. സോ നോക്കാം. നമ്മുടെ ലൈനെ വെരി ഗുഡ്. ഇതൊരു ഹാമർ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട്. ഫൈൻ, നൈസ്. ദാറ്റ്സ് നൈസ്. ഒരു ഹാമർ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ഒരു 8000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രേഡിൽ എക്സിറ്റ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. ഒരു R1 വരെ വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത്രയും ഗ്രീഡ്നെസ് കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു 8000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിക്കുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്തേക്കാം. ഒരു റിജക്ഷനാണ് കാണിക്കുന്നത്. നോക്കാം. മാർക്കറ്റ് അത്യാവശ്യം താഴത്തോട്ട് വന്ന് നമ്മുടെ ഓക്കെ ഫൈൻ റൈഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഓവറോൾ ഒരു 3000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ആക്ച്വലി നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ടാർഗറ്റ് ഏരിയ തന്നെയാണത്. സോ ഓവറോൾ ഇന്നത്തെ ട്രേഡിൽ ഒരു 7000 അടുപ്പിച്ച് ഒരു 1000 റുപ്പീസിൻ്റെയും കൂടെ പ്രോഫിറ്റ് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ബുക്ക് ചെയ്തേനെ. ഒരു 7000 6800 900 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിച്ചതായിരുന്നു. അവിടം വരെ പോയിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി താഴത്തോട്ട് ഫോളോ ചെയ്യണം. നമ്മൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിളാണ് ട്രേഡേഴ്സ്. ഇവിടെ വന്ന് മാർക്കറ്റ് ക്യാൻഡലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തു. സ്റ്റോപ്പ് ലോസ് നമ്മുടെ ക്യാൻഡലിൻ്റെ ലോ ആയിരുന്നു. ഒരൊറ്റ സിംഗിൾ ക്യാൻഡിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പക്ഷേ ഞാനൊന്ന് ട്രെയിൽ ചെയ്യാനാണ് അല്ലെങ്കിൽ ഒന്ന് റൈഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ അതിന് മാർക്കറ്റ് അവസരം തന്നില്ല. ഏകദേശം ഒരു 3000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.